ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ കുറച്ച് പ്രോബ്ലംസും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ ഒരു പ്രോബ്ലമാണ് ഇൻ്റഗ്രൽ 0 to π 1/1 + sin x dx. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ 1 + sin x ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് മാറ്റി 1 - sin x കൊണ്ട് ഇവിടുന്ന് പ്ലസ് മാറ്റി മൈനസ് കിട്ടുന്നത് 1 - sin x ആണ്. ആ 1 - sin x കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ആണ്. സപ്പോസ് ഇവിടെ 1 - sin x എന്നായിരുന്നെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1 + sin x കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ 1 + cos x എന്നുള്ള പ്രോബ്ലം വരാം. അപ്പോൾ 1 - cos x കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 1 - sin x കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ 1 - sin x കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 1 + sin x × 1 - sin x എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് a + b × a - b ആണ്. അതിനെ നമുക്ക് a² - b² എന്ന് എഴുതും. അപ്പോൾ ഇവിടെ 1 + sin x × 1 - sin x പകരം 1 - sin² x എന്ന് എഴുതാം. 1 - sin² x പകരം cos² x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 1 - sin x cos² x എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിലുള്ളത് 1 - sin x ആണ് ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്, 1 - sin x. ഓരോന്നിനെയും നിങ്ങൾ cos² x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 1നെ cos² x കൊണ്ട് ഡിവൈഡ് ചെയ്തു, sin x-ന് -sin x cos² x. ഓരോന്നിനെയും cos² x കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1/cos² x എന്ന് പറഞ്ഞാൽ sec² x ആണ്. ഇവിടെ നമുക്ക് sin x cos² x-ന് 1/cos x × sin x cos x എന്ന് എഴുതാം. അതായത് രണ്ട് cos x ഉണ്ട്. അപ്പോൾ 1/cos x × sin x cos x. 1/cos x എന്ന് പറഞ്ഞാൽ sec x, sin x cos x എന്ന് പറഞ്ഞാൽ tan x. അപ്പോൾ secant x tan x എന്നാണ് വരുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. sec² x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ tan x മൈനസ് secant x tan x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് secant x. ലിമിറ്റ് 0 π. ആദ്യം നിങ്ങൾ എക്സിന് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ tan π - sec π എന്ന് വരും. മൈനസ് ഇനി നിങ്ങൾ എക്സിന് 0 കൊടുക്കണം. അപ്പോൾ tan 0 - sec 0. tan 180 ഡിഗ്രി 0 ആണ്. മൈനസ് sec 180. cos 180 -1 ആണെന്നറിയാം. അപ്പോൾ sec 180യും -1 ആണ്. അതായത് കോസിനെ തിരിച്ചിട്ടാലാണ് sec കിട്ടുന്നത്. cos 180 -1 ആയതുകൊണ്ട് അതിനെ തിരിച്ചിട്ടാലും -1. അപ്പോൾ sec 180 -1 മൈനസ് tan 0 0 ആണ്. മൈനസ് sec 0. cos 0 തിരിച്ചിട്ടാലാണ് sec 0. cos 0 1 ആണ്. അപ്പോൾ sec 0യും 1. ഇത് മൈനസ് മൈനസ് പ്ലസ് 1. ഇത് മൈനസ് മൈനസ് പ്ലസ് 1. 1 + 1 എന്ന് വരും. 1 + 1 = 2 എന്ന് വരും. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to π/2 x cos x dx. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡി ഐ മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇതാദ്യൊരു കോളം ഡി, ഐ കോളം എഴുതണം. ഡിയിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതണം, താഴെ ഐയുടെ താഴെ cos x സെക്കൻഡ് ഫംഗ്ഷൻ എഴുതണം. ഇവിടെ ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, അങ്ങനെ പോകണം. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1, 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0. cos x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -sin x. ഇനി -sin x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. sin x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos x. അപ്പോൾ -sin x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -cos x. അപ്പോൾ ഇതിൻ്റെ ആൻസർ +x × -sin x. ഇനി അടുത്ത മൈനസ് ആണ്. -1 × -cos x. ഇത് -x sin x. ഇത് മൈനസ് cos x. ലിമിറ്റ് 0 π/2. ആദ്യം എക്സിന് π/2 കൊടുക്കണം. അപ്പോൾ ഇത് -π/2 sin π/2 പ്ലസ് cos π/2. എക്സിന് π/2 കൊടുത്തു. ഇനി മൈനസ് എക്സിന് 0 കൊടുക്കണം. അപ്പോൾ ഇത് 0 ആയി പോകും. 0 + cos 0. sin 90 1 ആണ്. അപ്പോൾ ഇത് -π/2 × 1
cos 90 is 0 minus cos 0 1. ഇത് minus pi by 2 minus 1 is the answer. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് നമ്മളിവിടെ പഠിച്ചത്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to pi by 2 x sin x dx. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ, രണ്ടാമത് ഇൻ്റഗ്രേഷൻ. ഇവിടെ എക്സ് എഴുതണം, ഇവിടെ സൈൻ എക്സ് എഴുതണം, ഇവിടെ പ്ലസ് കൊടുക്കണം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം 1, ഇവിടെ മൈനസ് കൊടുക്കണം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം കോസ് എക്സ്, ഇവിടെ വീണ്ടും പ്ലസ്. 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ്. ഓക്കെ, ഇനി നമ്മൾ ആൻസർ എഴുതാൻ പോയി പ്ലസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, ഇങ്ങനെ എഴുതണം, പ്ലസ് എക്സ് കോസ് എക്സ്. അടുത്ത മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ് is equal to x cos x minus minus plus sin x. ലിമിറ്റ് 0 pi by 2. ആദ്യം എക്സിന് pi by 2 കൊടുക്കണം. അപ്പോൾ pi by 2 cos pi by 2 plus sin pi by 2 മൈനസ് എക്സ് 0. അടുത്തത് എക്സിന് 0 കൊടുക്കണം, അപ്പോൾ ഇത് 0 ആയിപ്പോവും. സൈൻ 0 0, അപ്പോൾ ഇത് മൊത്തം 0. pi by 2 ഇൻറ്റു കോസ് 90 0 പ്ലസ് സൈൻ 90 1. ആൻസർ 1 എന്ന് നിങ്ങൾക്ക് കിട്ടും. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to 2 x സ്ക്വയർഡ് log x dx. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർഡ് ഒരു ഫംഗ്ഷനാണ്, ലോഗ് എക്സ് മറ്റൊരു ഫംഗ്ഷനാണ്, അതായത് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. ഇവിടെ ലോഗ് എക്സ് വരുന്നത് കൊണ്ട് നമുക്ക് DI മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എപ്പോഴും ലോഗ് എക്സ് വരുന്ന കേസിൽ ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനാക്കി എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതണം, ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ്. എന്നിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ by 3. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ 1/x ഇൻറ്റു ഈ ഫംഗ്ഷൻ അതേപോലെ എഴുതണം, അതായത് ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ. അതിവിടെ കിട്ടിയിട്ടുണ്ട്, അത് x³ by 3 ഇൻറ്റു dx. അപ്പോൾ ഇത് x³ by 3 log x മൈനസ് 1/3 ഇൻ്റഗ്രൽ ഒരു എക്സ് വെട്ടിപ്പോവും. മേളിൽ x³ താഴെ x ആണ്, ഒരു എക്സ് വെട്ടിപ്പോയപ്പോൾ x സ്ക്വയർഡ് dx. ഓക്കെ, ഇനി x സ്ക്വയർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ x³ by 3 log x മൈനസ് 1/3 ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ by 3. ലിമിറ്റ് 0 to. ആദ്യം നിങ്ങൾ എക്സിന് 2 കൊടുക്കണം. എക്സിന് 2 കൊടുക്കുമ്പോൾ 2³ 8, അപ്പോൾ 8/3 log 2 മൈനസ് ഇത് 1/9 ആണ്. എക്സിന് 2 കൊടുക്കുമ്പോൾ 2³ എന്ന് പറയുന്നത് 8. ഇത് അപ്പർ ലിമിറ്റ്, എക്സിന് അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ഇനി ലോവർ ലിമിറ്റ് x 0 ആകുമ്പോൾ ഇത് മൊത്തത്തിൽ 0 ആയിപ്പോകും, x 0 ആകുമ്പോൾ ഇതും 0 ആവും. അപ്പോൾ ലോവർ ലിമിറ്റ് 0, അപ്പോൾ മൈനസ് 0. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഇൻ്റഗ്രൽ 1 to e log x dx. ഈ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, ഇൻ്റഗ്രൽ log x dx. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഇല്ല, log x എന്ന ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ log x × 1 × dx എന്ന് എഴുതണം.
ഇങ്ങനെ എഴുതിയിട്ട് വേണം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ log x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ 1 ആണ്. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x എന്ന് കിട്ടും. മൈനസ് ഇൻ്റഗ്രൽ log x, ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. log xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x എന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ എക്സും എക്സും വെട്ടിപ്പോകും. ഇത് x log x മൈനസ് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് ആണ്. ലിമിറ്റ് 1 to e. അപ്പോൾ അപ്പർ ലിമിറ്റ് ഇ ആണ്. അപ്പോൾ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇ ലോഗ് ഇ മൈനസ് ഇ അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി എക്സിന് 1 കൊടുക്കണം. മൈനസ് 1 ലോഗ് 1 മൈനസ് 1 ലോഗ് ഇ 1 ആണ്. അപ്പോൾ ഇ ഇൻറ്റു 1 മൈനസ് ഇ, അത് ക്യാൻസൽ ആയിപ്പോകും. ഇത് മൈനസ് ലോഗ് 1 0, ഇത് മൈനസ് 1, ഇ മൈനസ് ഇ 0, ഇത് മൈനസ് മൈനസ് പ്ലസ് 1, ആൻസർ 1. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ള ടോപ്പിക്കും കൂടെ കഴിഞ്ഞു. ഇതോടുകൂടി യൂണിറ്റ് 3 ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് 3 14 വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട്. ഈ 4 മണിക്കൂറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് 3 ഫുൾ മാർക്ക് കിട്ടും.